വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി 73 ഹർജികളാണ് സുപ്രീംകോടതിക്ക് മുന്നിലുള്ളത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുകയാണ്. എപ്പോഴായിരിക്കും കോടതി പരിഗണിക്കുക? ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള ഹർജികളോടൊപ്പം തന്നെ ഈ നിയമം റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ഹർജികൾ കൂടി ഉണ്ടല്ലോ. അത് രണ്ടും അത്തരത്തിലുള്ള രണ്ട് സ്വഭാവത്തിലുമുള്ള ഹർജികളും ഇന്ന് തന്നെ ആയിരിക്കുമോ പരിഗണിക്കുക? രോഹിണി, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് ഈ കേസ് എടുക്കുന്നത്. ഏതാണ്ട് 73 ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇത് കൂടാതെയാണ് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഈ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഹർജികൾ കൂടി വന്നത്. പ്രധാനമായും അത് ഏതാണ്ട് 6 സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസം, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ, ഹരിയാന എന്നിങ്ങനെ 6 സംസ്ഥാനങ്ങൾ നിലവിൽ ഈ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ 1995 കോൺഗ്രസ് കൊണ്ടുവന്ന ഭേദഗതിയെ എതിർത്തുകൊണ്ടുള്ള 2 ഹർജികൾ വേറെയുണ്ട്. അത് ഹിന്ദു സംഘടനകളാണ് അത്തരം ഹർജി നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെയാണ് ഈ 73 ഹർജികൾ ഇതിനെ എതിർത്തുകൊണ്ട് വിവിധ മുസ്ലിം സംഘടനകളും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ വിവിധ നേതാക്കന്മാരും നൽകിയിട്ടുള്ള ഹർജികൾ ഉള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് ഈ നിർണായകമായ വിഷയം സുപ്രീം കോടതി എടുക്കാൻ പോകുന്നു. മുസ്ലിം വഖഫ് ബോർഡും അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മതപരമായ അവകാശങ്ങൾക്ക് മേലുള്ള, മുസ്ലിങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഈ ബില്ല്. അതിനാൽ ഇത് റദ്ദാക്കണം എന്നതാണ് പ്രധാനമായും ഈ ഇന്ത്യ സഖ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ഹർജി നൽകിയിട്ടുള്ള മുസ്ലിം സംഘടനകളുടെയും വഖഫ് ബോർഡിൻ്റെയും എല്ലാം ആവശ്യം. എന്നാൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളാകട്ടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിയമം അനിവാര്യമാണ്. കാരണം വഖഫിൻ്റെ പേരിൽ വ്യാപകമായ ഭൂമി കുംഭകോണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല, മുസ്ലിം സമൂഹത്തിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ നിയമം നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP അധികാരത്തിലിരിക്കുന്ന 6 സംസ്ഥാനങ്ങൾ നിലവിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് കൈക്കൊള്ളുമെന്നത് നിർണായകമാണ്. നേരത്തെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചതിനെ ചോദ്യം ചെയ്തുമൊക്കെ ഹർജികൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഹർജിയെല്ലാം സുപ്രീം കോടതി തള്ളുകയായിരുന്നു. കാരണം രാജ്യത്തെ നിയമനിർമ്മാണ സഭ പാസ്സാക്കിയിരിക്കുന്ന ബില്ലുകളാണ് നിലവിൽ നിയമമായിരിക്കുന്നത്. രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി അത് നിയമമായിരിക്കുന്നു. അതിനെ ചോദ്യം ചെയ്യുന്ന ശൈലി പൊതുവെ സുപ്രീം കോടതിക്ക് ഇല്ല എന്നതാണ് അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടുവരുന്ന ശൈലി. അതിനാൽ തന്നെ വഖഫ് ഭേദഗതി നിയമത്തെയും ഒരുപക്ഷെ റദ്ദാക്കുന്ന രീതിയിലൊന്നുമുള്ള ഒരു നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉള്ളതായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ ഈ ഹർജി ആദ്യമായി പരിഗണിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എന്ത് തരത്തിലുള്ള നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രോഹിണി. ശരി ഗൗതം, വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് ഭേദഗതി നിയമത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് കോഴിക്കോട്. വിഷയത്തിലെ രാഹുൽ പ്രിയങ്ക നിലപാടിൽ കോൺഗ്രസ് ലീഗ് അസ്വാരസ്യം നിലനിൽക്കെയാണ് മുസ്ലിം ലീഗിന്റെ റാലി. നിലവിൽ രാഹുൽ പ്രിയങ്ക എന്നിവർക്കെതിരെ പരസ്യ പ്രതികരണങ്ങളൊന്നും വേണ്ടെന്നാണ് ലീഗിലെ ധാരണ. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വഖഫ് ഭേദഗതി നിയമത്തിലെ വെറും രാഷ്ട്രീയ മുതലെടുപ്പിനായി മാത്രമാണ് മുസ്ലിം ലീഗ് ഇന്ന് മഹാറാലി കോഴിക്കോട് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയാം. ഏകദേശം 1 ലക്ഷത്തിലധികം പേരെ പങ്കെടുപ്പിക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെ അവകാശവാദം. പക്ഷേ അതോടൊപ്പം തന്നെ ലീഗ് കോൺഗ്രസ് അസ്വാരസ്യവും ഈ വിഷയത്തിന്മേൽ തുടരുന്നുണ്ട്. അതൊന്നും പരസ്യമായി പ്രകടിപ്പിക്കാതെയാണ് ഇപ്പോൾ ലീഗ് മഹാറാലി സംഘടിപ്പിക്കുന്നത്, അല്ലേ?
തീർച്ചയായും രോഹിണി, വഖഫ് വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ബീച്ചിൽ വെച്ച് ഏകദേശം ഇന്നലെ നടത്തിയ മുസ്ലിം ലീഗിന്റെ നേതൃത്വം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 2 ലക്ഷം പേരെ തങ്ങൾ ഇന്ന് ബീച്ചിൽ അണിനിരത്തും. അത് തങ്ങളുടെ ഒരു ശക്തി പ്രകടനം കൂടിയാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടി മുസ്ലിം ലീഗ് നേതൃത്വം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് 3 മണിക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ജില്ലയിൽ കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തുള്ള ഈ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള ആളുകളെ ഈ കോഴിക്കോട് ബീച്ചിൽ അണിനിരത്താനാണ് മുസ്ലിം ലീഗിന്റെ നീക്കം. അതായത് ഈ വഖഫ് വിഷയത്തിൽ കൃത്യമായൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നത് മാത്രമാണ് ലീഗിന്റെ ലക്ഷ്യം. മാത്രമല്ല, ഈ വഖഫ് വിഷയത്തിൽ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എടുത്ത നിലപാട്, ആ നിലപാടിൽ ലീഗിനകത്ത് തന്നെ വലിയ എതിർപ്പുണ്ട്. പക്ഷെ അവർ പരസ്യമായി ഈ എതിർപ്പ് പ്രകടിപ്പിക്കാൻ തയ്യാറല്ല. ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തരുത് എന്ന് കൂടിയാണ് ലീഗ് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് ഭേദഗതി വിഷയത്തിൽ കൃത്യമായി തന്നെ ഇത് മുസ്ലിം ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്നതല്ല എന്ന് കൃത്യമായി തന്നെ എല്ലാവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി എല്ലാവർക്കും ബോധ്യമുള്ളതാണ്, അറിയാവുന്നതുമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, അത് തന്നെയാണ് ലീഗിന്റെ ലക്ഷ്യം. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, ഈ കോൺഗ്രസ് എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ ഈ വഖഫ് ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു റാലി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ അതിനൊരു പടി മുന്നേ ഈ ലീഗ് തങ്ങളുടെ ശക്തി പ്രകടനം തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രകടനമായിരിക്കും ഇന്ന് ബീച്ചിൽ ഉണ്ടാവുക എന്നതാണ്. എന്തായാലും ഇന്ന് 3 മണിക്കാണ് ഈ പരിപാടി ഉണ്ടാവുക. ആ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ, ഉയർന്ന പ്ലക്കാർഡുകൾ അതൊക്കെ നമ്മൾ കണ്ടതാണ്. യഹിയ സിൻഹ അടക്കമുള്ള തീവ്രവാദികൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ചിത്രം ഉയർത്തിക്കൊണ്ടുള്ള പ്ലക്കാർഡുകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന ഈ റാലിയിൽ ഉണ്ടാകുമോ എന്ന് കൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഇത്തരത്തിൽ നടത്തിയൊരു പ്രതിഷേധ റാലി ഉണ്ടായിരുന്നു. ആ റാലിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു മുദ്രാവാക്യം ഈ വഖഫ് ഭേദഗതി ബില്ല് അറബിക്കടൽ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുസ്ലിം ലീഗിന്റെ റാലി നടക്കുന്നുണ്ട്. എന്തായാലും റാലി നടന്നതിന് ശേഷം നമുക്ക് വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.